ഝാൻസി വീണ്ടും വന്നിട്ടുണ്ട് അനുഭവമായിട്ട്. അപ്പോൾ വേഗം പറയാട്ടോ. കുറച്ച് റഫാണ് ശബ്ദം. ചുമ മാറി വരുന്നേയുള്ളൂ. ശ്രീകാന്ത്ജി, ഞാൻ ത്രിമധുരത്തിലെ ഝാൻസിയാണ് കേട്ടോ. ഞാനൊരു ചെറിയ അനുഭവം കൂടി പറയട്ടെ. മാർച്ച് 3-ാം തീയതി അന്നാണല്ലോ ആറ്റുകാൽ പൊങ്കാല. അന്ന് തന്നെയാണ് ഞങ്ങളുടെ അമ്പലത്തിലും പൊങ്കാല കൊടിയേറുന്നത്. അന്നു മുതൽ നോയമ്പ് നോക്കിയിരിക്കുകയാണ്. അമ്മയുടെ മുന്നിൽ പൊങ്കാല ഇടണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് 2-ാം തീയതി എൻ്റെ അമ്മ വീഴുന്നത്. വീണ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൊങ്കാല മുടങ്ങിപ്പോയി എന്ന്. എന്നാൽ അമ്മയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാലിന് പൊട്ടലുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞത് വ്യാഴാഴ്ച 4-ാം തീയതി. എന്തായാലും ഞാൻ പൊങ്കാല ഇട്ടിട്ട് അമ്മയുടെ അടുക്കൽ വരാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ അമ്പലത്തിൽ പൊങ്കാലയിടാൻ തലേ ദിവസം രാത്രി പോയി അടുപ്പ് പിടിച്ചു വെക്കും. അങ്ങനെ എൻ്റെ ഭർത്താവും മക്കളും കൂടെ പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അനിയത്തിമാർക്കും എല്ലാവർക്കും കൂടി 5 അടുപ്പ് പിടിച്ചിട്ട് വെളുപ്പിന് അവിടെ ചെന്നപ്പോൾ എനിക്കും എൻ്റെ മകൾക്കും മാത്രമേ അടുപ്പ് കിട്ടിയുള്ളൂ. ഞങ്ങളുടെ തൊട്ടിപ്പുറം അവരമ്മ നല്ല പ്രായമുണ്ട്, കാണാൻ നല്ല രസമാണ്. അന്ന് അടുപ്പ് അനിയത്തിമാരെ അപ്പുറമായിട്ട് മാറിയിട്ടോ വേറെ അടുപ്പം പിടിച്ചു. ഈ അമ്മയായിട്ട് പെട്ടെന്ന് അടുപ്പം പിടിച്ചു. എന്നെ കണ്ടപ്പോൾ മുതൽ നല്ല പരിചയമുള്ളതുപോലെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഈ അമ്മ തോർത്ത് കൊണ്ടുവന്ന് എൻ്റെ മുഖമെല്ലാം തുടച്ചു തന്നു. തണലത്ത് മാറി നിൽക്കുക, ഇതുപോലെ വെയിൽ കൊള്ളാതെ എന്നൊക്കെ പറഞ്ഞു. പൊങ്കാലയുടെ ഒരു സാധനം എടുക്കുമ്പോഴും എനിക്ക് കൊണ്ടുവന്ന് തരും. വേണ്ട എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും, മേടിക്കുക എന്ന് പറഞ്ഞു നിൽക്കും. എൻ്റെ മക്കളും ഭർത്താവും പറഞ്ഞു, എന്താ അമ്മ എങ്ങനെ, നേരത്തെ പരിചയമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ആരായിരുന്നു ആദ്യത്തെ അടുപ്പ് കിട്ടിയത്? എൻ്റെ പൊങ്കാലയാണ് ആദ്യം തിളച്ചത്. ആ അമ്മ കുരവേ ഇട്ടു. എനിക്കറിയില്ല, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ മനസ്സിലോർത്തു, അത് സാക്ഷാൽ ദേവിയാണ്. എനിക്ക് ഇതുപോലെ തോന്നി. എൻ്റെ പൊങ്കാല റെഡിയായി കഴിഞ്ഞു. ആ അമ്മ വന്ന് ശകലം ഇനി തന്നെ കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കി. നല്ല പായസാട്ടോ എന്ന് പറയുകയും ചെയ്തു. എന്താ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെല്ലാവരോടും പറയണമെന്ന് തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഇടുന്നത്. നീണ്ടുപോയി എന്നറിയാം. വായിച്ചു നോക്കിയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ മാത്രം ശ്രീകാന്ത്ജി പറഞ്ഞാൽ മതി. അനുഭവം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സാറിൻ്റെ സൗണ്ടിൽ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഹരേ കൃഷ്ണ. ഇന്ന് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, റഫായിട്ടുള്ള വോയിസാണ്. പക്ഷേ അമ്മ വന്നു. ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് വീട്ടിൽ കിടക്കുന്ന അമ്മയ്ക്ക് പകരമായിട്ട് വന്നതായിരിക്കും ഈ അമ്മ എന്നാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഞാൻ നീട്ടുന്നില്ല, നീട്ടിയാൽ ഞാൻ സ്ട്രെയിൻ ചെയ്താണ് പറയുന്നത്. പക്ഷേ ഈ അനുഭവങ്ങൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ദിവസം അനുഭവം പറഞ്ഞില്ലെങ്കിൽ അത്രയും അനുഭവങ്ങൾ ചാറ്റിൽ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.